ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് അപ്ഡേറ്റ്സുകളാണ്. അതിൽ ആദ്യത്തേത് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത് നമ്മുടെ മെഗാ സ്റ്റാർ മമ്മൂക്ക നെഗറ്റീവ് റോളിൽ എത്തുന്ന കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് ആണ്. ചിത്രത്തിൽ നായകനായിട്ട് എത്തുന്നത് നമ്മുടെ വിനായകനാണ്. ചിത്രത്തിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ചിത്രം ഓഗസ്റ്റ് റിലീസായിട്ട് തിയേറ്ററുകളിൽ എത്തും എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മെഗാസ്റ്റാർ ഉടൻ തന്നെ ഫീൽഡിൽ ആക്റ്റീവ് ആകും എന്നുള്ള സന്തോഷകരമായിട്ടുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. അപ്പോ ബസൂക്കയ്ക്ക് ശേഷം നമ്മുടെ മെഗാസ്റ്റാറിന്റെ കളങ്കാവൽ എന്ന ഈ ചിത്രത്തിന്റെ റിലീസിനായിട്ട് പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് സെൽവമണി സെൽവരാജിന്റെ സംവിധാനത്തിൽ DQ അഥവാ നമ്മുടെ ദുൽഖർ സൽമാൻ നായകനായിട്ട് എത്തുന്ന കാന്ത എന്ന തമിഴ് ചിത്രത്തിന്റെ റിലീസിനെ കുറിച്ചാണ്. ചിത്രം ജൂലൈ അവസാനത്തോടു കൂടി തിയേറ്ററുകളിൽ എത്തും എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വരുന്നത്. പാൻ ഇന്ത്യൻ സ്റ്റാറായി വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ DQവിനെ സംബന്ധിച്ചിടത്തോളം കാന്ത എന്ന ഈ ചിത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചിത്രം തന്നെയായിരിക്കും. അടുത്തായി വരുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് വെങ്കി ആറ്റ്ലൂരിയുടെ സംവിധാനത്തിൽ സൂര്യ നായകനായിട്ട് എത്തുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് ആണ്. ചിത്രത്തിന്റെ പൂജ ഇന്ന് നടക്കുകയുണ്ടായി. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള മറ്റൊരു വാർത്ത കൂടി ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പ്രേമലുവിലെ നായികയായിട്ടുള്ള മമിത ബൈജു ആണ് ഈ ചിത്രത്തിൽ സൂര്യയുടെ നായികയായിട്ട് എത്തുന്നത് എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സൂര്യ 46 എന്നാണ് ഈ ചിത്രത്തിന് ഇപ്പോൾ താൽക്കാലികമായി പേരിട്ടിട്ടുള്ളത്. അമിതാഭ് ബൈജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തമിഴിൽ ഒട്ടനേകം അവസരങ്ങളാണ് ഈ നടിയെ തേടി എത്തിയിട്ടുള്ളത്. അതിൽ നമ്മുടെ വിജയ് നായകനായിട്ട് എത്തുന്ന ജനനായകൻ എന്ന ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലും മമിത ബൈജു എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രാഗൺ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ നായകനായിട്ടുള്ള പ്രദീപ് രംഗനാഥന്റെ അടുത്ത ചിത്രമായിട്ടുള്ള ഡ്യൂഡ് എന്ന ചിത്രത്തിലും മമിത ബൈജു ആണ് നായികയായിട്ട് എത്തുന്നത്. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ മാസം അവസാനത്തോടുകൂടി ആരംഭിക്കും എന്നുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ 2026 സമ്മർ റിലീസായിട്ടാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് എന്നുള്ള അപ്ഡേറ്റ്സുകളും വരുന്നുണ്ട്. ഓക്കെ, അപ്പോ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.